ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. ഹലോ പ്രിയപ്പെട്ട സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ ആദ്യമായി അറിയിക്കട്ടെ. അതിനോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഞാൻ കോഡ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ അല്ലെങ്കിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരുപാട് ചിന്തിച്ചതിന് ശേഷം എടുത്തൊരു തീരുമാനമാണ്. ഒരുപാട് ദിവസങ്ങളായി ഈ വീഡിയോ ഇങ്ങനെ ഈ വിവാദകരമാകുന്ന വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നമ്മൾ ഓണത്തെ വരവേൽക്കുമ്പോൾ അതിൻ്റെ മൈൻഡിൽ നമ്മൾ ആഘോഷിക്കേണ്ടത് സന്തോഷത്തോടു കൂടി, ഒരു ഒത്തൊരുമയോടുകൂടി സന്തോഷിക്കേണ്ട ഒരു ദിവസം അതൊരു വിവാദ വിഷയമാക്കി മാറ്റി വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ ഒരു ഇസ്ലാം മത വിശ്വാസിയും അതിലേറെ അവരുടെ ഇസ്ലാം മത പണ്ഡിതനുമായ ആ വ്യക്തി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിലെ ഒരു വാക്കാണ് നിങ്ങൾ ഓണം ആഘോഷിക്കരുത് എന്ന് പറയുന്നു. അത് ആരോടാണ്, എന്തിനാണ് പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതൊരു കാര്യമുണ്ട് കേട്ടോ. ഈ വിഷയത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരാണ് ഈ പ്രസംഗം നടത്തിയ ആൾ? ഈ ഓണം ആചരിക്കരുത് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അദ്ദേഹം ഒരു ഇസ്ലാം മതപണ്ഡിതനും അതിനോടൊപ്പം ഒരു പ്രസംഗികനുമാണ്. അദ്ദേഹം ജീവിതത്തിൽ പഠിച്ചു വന്ന കാര്യങ്ങൾ തൻ്റെ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അദ്ദേഹത്തിനുണ്ട്. അത് തെറ്റായാലും ശരിയാണെങ്കിലും, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പഠിച്ചു വന്ന ശീലങ്ങൾ തെറ്റാൻ ഒരു കാരണവശാലും സാധ്യതയില്ല. കാരണം അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ തൻ്റെ വിശ്വാസികളോട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ആ ജോലിയോട് ഒട്ടും ആത്മാർത്ഥ കാണിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകർ തൻ്റെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പഠിച്ച കാര്യമാണല്ലോ. അത് പഠിക്കുവാൻ തൻ്റെ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ്. അതുമാത്രമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. താൻ പഠിച്ച കാര്യം തൻ്റെ വിശ്വാസികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ മതത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഉസ്താദിന് മാത്രമല്ല, ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസങ്ങൾ പഠിപ്പിക്കാൻ അവരുടെ മതപണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുമത വിശ്വാസികളെ പഠിപ്പിക്കുവാൻ പുരോഹിതന്മാരുണ്ട്. അതുപോലെ ഹിന്ദുമത വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഹിന്ദുമത പണ്ഡിതന്മാരുണ്ട്, അല്ലെങ്കിൽ അതിന് പറ്റിയ ആളുകളുണ്ട്. ഇവരെല്ലാം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഉസ്താദ് പറഞ്ഞു അവരുടെ വിശ്വാസപ്രകാരം ഈ ഓണം ആഘോഷിക്കില്ലെന്ന് തൻ്റെ വിശ്വാസികളോട് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിൽ ക്രിസ്ത്യാനികളോട് പള്ളിയിലെ പുരോഹിതന്മാരും ഇതുപോലുള്ള ഉപദേശങ്ങൾ പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? അവരും പറയുന്നുണ്ട്. അവരും അവരുടെ വിശ്വാസത്തിൽ ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ട്. എല്ലാ വിശ്വാസത്തിനും ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ട്. ആ ചട്ടക്കൂടിൽ നിന്ന് പുരോഹിതന്മാരും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് ഉദാഹരണം ഞാൻ പറയട്ടെ. ഇതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ക്രിസ്ത്യാനികളോട് ഞാൻ ചോദിക്കാം. ഇതിനകത്ത് നമ്മൾ ഒരുപാട് കമൻറ്റുകളൊക്കെ കണ്ടുകൊണ്ട് ചോദിക്കാം. ഏതെങ്കിലും ഒരു അച്ഛൻ, ഒരു മതപുരോഹിതൻ, നിങ്ങൾ ശിവരാത്രി മഹോത്സവത്തിന് പോകുന്നതിന് തെറ്റില്ല, നിങ്ങൾ ശബരിമലയിൽ മല ചവിട്ടുന്നതിന് കുഴപ്പമില്ല, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന് ഏതൊരു മതപുരോഹിതൻ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനെയൊക്കെ ഈ മതപുരോഹിതന്മാർ, അതായത് ക്രിസ്തീയ വിശ്വാസപ്രകാരം അത് അവർക്ക് വിരോധമാണ്. എല്ലാ മതത്തിനും ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിന് പ്രകാരം ശബരിമലയ്ക്ക് പോകുന്നതും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഉത്സവങ്ങൾ ആചരിക്കുന്നതിനും തെറ്റാണ് എന്ന് മൈക്ക് വെച്ച് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ സഭകളിൽ പറയുന്നുണ്ട് എന്നുള്ളതിൽ 100% അനുഭവസ്ഥനായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാ മതത്തിനും അതിൻ്റേതായ ചില ചട്ടക്കൂടുകളുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു മതത്തിലേക്ക് ഞാൻ വരാം. ഹിന്ദു മതത്തിൽ വന്നു കഴിഞ്ഞാലുള്ള കാര്യം, ഇനിയുള്ള ചോദ്യം ഹിന്ദുക്കളോടാണ്. അതായത് ക്രിസ്ത്യാനികൾ വിശുദ്ധമായി കാണുന്ന പെസഹ വ്യാഴവും ദുഃഖവെള്ളിയുമൊക്കെ ഏതെങ്കിലും ഒരു ഹിന്ദു മതപണ്ഡിതൻ പറയാറുണ്ടോ? ഹിന്ദുക്കളോട് പറയണോ നിങ്ങളത് ആചരിക്കണം, അല്ലെങ്കിൽ നിങ്ങളതിൽ പങ്കുചേരുന്നതിന് കുഴപ്പമില്ല, അന്നത്തെ ദിവസം നിങ്ങൾ ദുഃഖം ആചരിക്കുന്നതിന് കുഴപ്പമില്ല എന്നെങ്കിൽ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ, ഹിന്ദുക്കളുടെ മതപണ്ഡിതനും പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം പറയത്തില്ല. കാരണം അത് ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ്. അവരുടെ വിശ്വാസപ്രകാരം അവർ ആചരിച്ചോട്ടെ, നമ്മൾ അതിൻ്റെ അകത്ത് പങ്കെടുക്കേണ്ടെന്ന് മാത്രമേ പറയത്തുള്ളൂ. അതും ഇതുപോലെയാണ്, വൈക്ക് കെട്ടി വെച്ച് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഒരു പെസഹ വ്യാഴാഴ്ച അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കുരിശപ്പം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ അത് കഴിക്കില്ല, ഞാൻ കഴിക്കില്ല, ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞ്
മാറി നിൽക്കുന്ന വ്യക്തികളെയൊക്കെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല. എല്ലാ മതത്തിനും അതിൻ്റെതായ ചില ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടിനകത്തായിരിക്കണം അവർ നിൽക്കേണ്ടതെന്ന് അവരുടെ മതപണ്ഡിതന്മാർക്ക് നിർബന്ധമുണ്ട്. അവർ പഠിച്ചു വന്ന ശീലമാണ്. അതുകൊണ്ട് അവരവരുടെ വിശ്വാസികളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ഇന്ന് തുടങ്ങിയതല്ല. നേരത്തെ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ മതങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലം മുതൽ ഇതങ്ങനെ പഠിപ്പിച്ച് ശീലിച്ചുകൊണ്ടിരുന്നതാണ്. അത് എല്ലാ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസൽമാനായാലും അവരവരുടെ മതത്തെ മാത്രം വിശ്വാസികളെ അവരുടെ മതമാണ് ഏറ്റവും വലുതെന്ന്, അല്ലെങ്കിൽ അതിൽ അടിയുറച്ച് നിൽക്കണം, അങ്ങനെ ഒരു തലമുറ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നമ്മൾ യാതൊരു കാര്യവും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓരോ വിശ്വാസികളിലെ ഓരോ വിശ്വാസം, അവരുടെ വിശ്വാസം അവർ മുറുകെ പിടിക്കട്ടെ, അവരതിനെക്കുറിച്ച് പഠിപ്പിക്കട്ടെ. അതിൽ മറ്റു മതസ്ഥർ കൈകടത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. മറ്റൊന്ന് കാര്യം, ഇപ്പോൾ ഈ പറയുവാൻ കാരണം നിങ്ങളിപ്പോൾ ചോദിക്കും, ഇതൊരു നമ്മുടെ ഓണം ദേശീയ ഉത്സവമല്ലേ, മലയാളികളുടെ ദേശീയ ഉത്സവമല്ലേ, അത് ആചരിക്കുന്നതിൽ എന്താണ് ഇവിടെ കുഴപ്പം എന്ന് ചോദിക്കും. ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട്, പണ്ട് കാലത്ത് ഓണങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നൊരു വേറൊരു കാഴ്ചയുണ്ടായിരുന്നു. അതെന്താണ് എന്ന് ഞാൻ പറയാം കേട്ടോ. കാരണം പണ്ട് കാലത്തെ ഓണങ്ങളിൽ ഇന്ന് കാണാൻ വളരെ വിരളമായ ഒരു കാര്യമാണ്. പണ്ട് കാലത്ത് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഈ ഓണത്തെ ഇതിലും ഭക്തിയോട് കൂടിയായിരുന്നു ആചരിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ വഴികളൊക്കെ ചെത്തിത്തെളിച്ച് മാവേലി മന്നം വരും എന്നൊക്കെ പറഞ്ഞ് ചെത്തിത്തെളിച്ച് കാത്തിരിക്കുമായിരുന്നു. അതുപോലെ 10 ദിവസം, അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസവും അത്തപ്പൂക്കളം ഇടുവാൻ. ആ സമയത്ത് അത്തപ്പൂക്കളം ഇടുന്ന സമയത്ത് നിലവിളക്ക് കത്തിച്ചായിരുന്നു അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു ഹിന്ദു മതവുമായിട്ട് ഇത് ചേർച്ചയുണ്ടായിരുന്നു എന്ന് പറയുന്നു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഏകദേശം നിലവിളക്ക് കത്തിക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ലായിരുന്നു. അതായിരിക്കാം ഒരു പക്ഷേ ഈ ഇസ്ലാം മതവിശ്വാസികൾ ഇതിനെ അവഗണിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തത്. അതുപോലെ ക്രിസ്ത്യ മതക്കാരും അതിനെ പൂർണ്ണമായിട്ട് പരിഗണിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊക്കെയാണ് കാരണം. എന്തായാലും ആയിക്കോട്ടെ, ഇസ്ലാം മതത്തിന് അവരുടേതായ ചില ചട്ടക്കൂടുകളുണ്ട്, ഹിന്ദു മതത്തിന് അതിൻ്റെതായ ചില ചട്ടക്കൂടുകളുണ്ട്, ക്രിസ്ത്യ മതത്തിനും അതിൻ്റെതായ ചില ചട്ടക്കൂടുകളുണ്ട്. ആ ഒരു ചട്ടക്കൂട് നിന്നുകൊണ്ടാണ് ഇന്നുവരെയും കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസൽമാനും ഒക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെ യാതൊരു തമ്മിത്തലും പ്രശ്നവുമില്ലായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. അതുകൊണ്ട് ഹിന്ദുക്കളുടെ മതപണ്ഡിതന്മാർ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ അതിന് സോഷ്യൽ മീഡിയ വഴി കമൻ്റ് ഇടുന്നത് ഹിന്ദുക്കൾ തന്നെ കമൻ്റ് ഇട്ടോളും. അതിൽ നമ്മളെ ക്രിസ്ത്യാനികളെ കൈകടത്താതിരിക്കുക, ഇസ്ലാം മത വിശ്വാസികളെ കൈകടത്താതിരിക്കുക. അതുപോലെ ക്രിസ്തീയ പുരോഹിതന്മാർ പറയുന്ന കാര്യങ്ങളിൽ ക്രിസ്ത്യാനികൾ തന്നെ അഭിപ്രായം പറയും. അതിന് കൊടുക്കേണ്ട പരിഗണന അവർ കൊടുത്തോളും, അവഗണന അവർ കൊടുത്തോളും. അതുപോലെ തന്നെ ഇസ്ലാം മത പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളിൽ അത് ഇസ്ലാം മത വിശ്വാസികൾ തന്നെ അതിന് വേണ്ട മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മറ്റു മതസ്ഥരെ ഇടപെട്ട് ഒരു വലിയൊരു കലാപതുല്യമാകുന്നൊരു അനുഭവത്തിലേക്ക് ഈ സാഹോദര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. ഇപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടു. ആ ഉസ്താദിനെ കുറിച്ചുള്ള ഒരുപാട് കമൻറ്റുകൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് ഞാനിത് പറയുന്നത് കേട്ടോ. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരാവേശത്തിൽ മറ്റു മതത്തെ അപമാനിക്കുകയും അതിനുവേണ്ടി ഒരു കമൻറ്റ് ചെയ്യുകയോ ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് ആ മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ ഓർക്കണം. ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു സഹപാഠിയോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനത്തിലോ ആ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ആ വ്യക്തിക്കുണ്ടാകുന്ന മുറിവുകൾ ഒരു പക്ഷെങ്കിൽ അദ്ദേഹം പറയും, നിങ്ങളോട് പറഞ്ഞേക്കാം, ഞങ്ങൾ പറയാനിരുന്നതാടാ നീ ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങൾ പറയാനിരുന്നതാടി നിങ്ങൾ പറഞ്ഞത്, അത് നന്നായി എന്ന് പറഞ്ഞാൽ പോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറിവ് ഒരിക്കലും ഉണക്കാൻ പറ്റില്ല. അത് മനസ്സിലിങ്ങനെ ഒരു വിങ്ങിക്കൊണ്ടിരിക്കും. അവൻ എങ്കിലും അത് പറഞ്ഞല്ലോ, പൊതുസമൂഹത്തിൽ പറഞ്ഞല്ലോ എന്ന് ഒരു തോന്നലുണ്ടാകുകയും അവരുമായിട്ടുള്ള ആ ബന്ധത്തിന് വലിയൊരു അകൽച്ച ഉണ്ടാകുമെന്നും നമ്മൾ ഓർക്കേണ്ട വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.